അല്ല, സ്പാർക്കുണ്ടായി. ഇപ്പം ഞാനിന്നിപ്പോൾ കമ്മീഷനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ കമ്മീഷൻ പറഞ്ഞു ആരോ സ്പാർക്കുണ്ടായി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളെ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. എന്തോ തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിലേക്കുള്ള ഒരു പരിശോധന കൂടി ഉണ്ടാവും. സമീപത്തെ വീടുകളിലെ നാശനഷ്ടങ്ങളെ കുറിച്ച് ഇവിടെ നിന്ന് തൊട്ടടുത്ത് വലിയ വീട്ടിലൊന്നും ഒരു കുഴപ്പമില്ലെന്നൊരു വെളിയിൽ നിന്നും കാണുന്നില്ല, അറിയില്ല. തീർച്ചയായിട്ടും ചോദിക്കും. അല്ല, നാശനഷ്ടങ്ങൾ നോക്കി നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു കമ്മീഷൻ അല്ല ഇത് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു അപകടം ഉണ്ടായി, ഈ അപകടം എന്ത് കാരണം കൊണ്ടുണ്ടായി, ഇനി എങ്ങനെയൊരു അപകടം ഈ സംസ്ഥാനത്ത് ഉണ്ടാകാതെ നോക്കാം. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ മുഖ്യ ഉദ്ദേശം. ഇപ്പോൾ നഷ്ടപരിഹാരം ഗവൺമെൻറ് കമ്മീഷനൊന്നും നോക്കിയില്ല. 14 ലക്ഷം രൂപ വെച്ച് മരിച്ചവർക്കും 2 ലക്ഷം രൂപ വെച്ച് പരിക്ക് പറ്റിയവർക്കും കൊടുത്തു എന്ന് കളക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് സത്വര നടപടി എടുത്ത് വേണം പറയാൻ. പിന്നെ ആർക്കെങ്കിലും വീടുകൾക്കൊക്കെ പരിക്ക് പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി ഗവൺമെൻറ് എടുക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലുണ്ടെങ്കിൽ കമ്മീഷൻ അതിനെക്കുറിച്ച് പറയും. ഇതിലും വലിയ അപകടമായിരുന്നു പുറ്റിങ്ങലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പുറ്റിങ്ങൽ ഇത്തരത്തിൽ കമ്മീഷൻ വന്ന റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചതാണ്. പുറ്റിങ്ങൽ അപകടം അന്വേഷിച്ചത് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമായിട്ടുള്ള ജഡ്ജിയാണ്. അദ്ദേഹം പക്ഷേ വെടിക്കെട്ട് നിരോധിക്കാൻ പറഞ്ഞു. അത് 10 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് ആ അപകടം. പക്ഷേ അത് കഴിഞ്ഞ് കേരളത്തിലെ നിരന്തരമായി വെടിക്കെട്ടുകൾ എല്ലാ ഉത്സവങ്ങളിലും നടന്നു. പുറ്റിങ്ങൽ മാത്രം വെടിക്കെട്ട് നിർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവരെ പിന്നെ അപകടങ്ങൾ കുറവാണ് കേട്ടിട്ടുള്ളത്. ചുരുക്കം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എയർ ക്രാഷുകൾ എത്ര ഉണ്ടാകുന്നുണ്ട്? ആയിരക്കണക്കിന് ആൾക്കാർ എയർ ക്രാഷ് മരിക്കുന്നില്ലേ? പക്ഷേ നമുക്ക് പ്ലെയിൻ വേണ്ടെന്ന് പറയാൻ ഒക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലോകമെങ്ങാടും നടത്തുന്ന വെടിക്കെട്ട് വേണ്ട, ഒരു കരിമരുന്ന് പ്രയോഗം വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ്, വലിയ വ്യവസായ മേഖലയാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ അപകടമുള്ള മേഖലകൾ അങ്ങനെയെല്ലാം തൊഴിൽ വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരിതം ഉണ്ടാക്കും മനുഷ്യൻ്റെ ഇടയിൽ. സാമ്പത്തിക സ്ഥിതിയെ വളരെ ബാധിക്കും. ഒരു സാമ്പത്തിക മേഖല, ഒരു തൊഴിൽ മേഖലയൊക്കെയാണിത്. അതുമാത്രമല്ല, ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം നിങ്ങളെല്ലാം കൂടുതൽ ഇവിടുത്തുകാരാണ്. 3 മണി 4 മണിക്ക് വെളുപ്പിന് ഇത് കാണാനായിട്ട് വിദേശത്ത് വരെയാണ് ആൾക്കാർ വരുന്നത്, ഈ വെടിക്കെട്ട് കാണാനായിട്ട്. അപ്പോൾ ആൾക്കാർ വളരെ ആഘോഷപൂർവ്വം തൃശ്ശൂർ പൂരം കാണുന്നത് വെടിക്കെട്ടിക്കിടെയാണ്. ബോഡി പാർട്സിന്റെ അടക്കം DNA പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? അതെ, കളക്ടർ പറഞ്ഞു പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു റീവെരിഫിക്കേഷന് വേണ്ടി ഏതോ ബോഡി പാർട്സ് രാജീവ് ഗാന്ധി സെൻറ്ററിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. ബോഡികൾ പൂർണ്ണമായും ബന്ധുക്കൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല, ബന്ധുക്കൾ ഏറ്റെടുക്കാൻ 1-2 മാത്രം സംശയമുണ്ട്. 2 ബോഡി പാർട്സ് വേറെ ബോഡി പാർട്ടുമായിട്ട് കോറിലേറ്റ് ചെയ്താലേ കൊടുക്കാൻ ഒക്കുള്ളൂ. അത് മാത്രമേ അവർ സംശയിക്കുന്നുള്ളൂ. അതിന് മാത്രം വേണ്ടിയാണ്. ആളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഒരാളുടെ പല ബോഡി പാർട്ട് ഉണ്ടോ എന്നുള്ളതാണ് അതിലെ പ്രശ്നം. മൈക്കുകൾ